ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ഇടപാടിനായി കൊണ്ടുവന്ന പണം തട്ടിയെടുത്ത് പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. പന്തീരാങ്കാവ് മണക്കടവ് റോഡിലെ അക്ഷയ ഫൈനാൻസേഴ്സിൽ 38 ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും ഈ സ്വർണം എടുത്ത് ഇസാഫ് ബാങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് മാറ്റിവെക്കാമെന്നും പറഞ്ഞ് ഷിബിൻലാൽ ഇസാഫ് ബാങ്കിനെ സമീപിച്ചിരുന്നു. ഷിബിൻലാൽ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുകയും ചെയ്തു. ഇടപാടിനായി അക്ഷയയിലെത്താൻ ആവശ്യപ്പെട്ടതോടെയാണ് 40 ലക്ഷം രൂപയുമായി ബാങ്ക് ജീവനക്കാരൻ അരവിന്ദ് എത്തിയത്. അക്ഷയ ഫൈനാൻസേഴ്സിലേക്ക് നടക്കുന്നതിനിടെ അരവിന്ദിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗ് ഷിബിൻലാൽ തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു. ഇല്ലാത്ത സ്വർണത്തിന്റെ കഥ പറഞ്ഞാണ് ഷിബിൻലാൽ ബാങ്കിനെ പറ്റിച്ചത്. അത് 51 ലക്ഷം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളതല്ല എന്ന് പറഞ്ഞു. അവർ പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മുത്തൂറ്റുകാർ വന്നു. നിങ്ങളിങ്ങനെ ഷിബിൻലാലിന് വലിയ ലോൺ കൊടുത്തതിനോ ചോദിച്ചു. അവരോടും പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങളങ്ങനൊന്നും കൊടുക്കാറുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് രാവിലെയാണ് ഇസാക്ക് ബാങ്കിൻ്റെ 2 ആൾ വന്നിട്ട് പറഞ്ഞ് ഷിബിൻലാലിൻ്റെ ലോൺ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വരുന്നത് ഓടിപ്പോയതാണ്. പിന്നെ ഞങ്ങളൊന്നും അറിയില്ല. കറുത്ത സ്കൂട്ടറിൽ രക്ഷപ്പെട്ട ഷിബിൻലാലിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു.